ഇതാണ് സാബുദാന ഖിച്ചടി. എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് ഫ്രം സ്കൂൾ, എൻ്റെ ചൈൽഡ്ഹുഡ് ബഡി എന്നും പറയാം, ഭാവന, അവളാണ് എനിക്ക് ഈ ഒരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചൗവരി എന്ന് പറയും മലയാളത്തിൽ, ഇംഗ്ലീഷിൽ സാഗു എന്നും പറയും. അതിൻ്റെ ഖിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് സാബുദാന ഖിച്ചടി എന്നാണ്. ഈ ഒരു ഡിഷ് കഴിക്കുമ്പോഴും ഈ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറേ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെ ഒരുമിച്ചാണ് പഠിച്ചത്. 10th കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നാട്ടിലോട്ട് പോയി. അപ്പം 1st to 10th ഞാൻ കൊണ്ടുവരുന്ന ടിഫിൻ അവളായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അവൾ കൊണ്ടുവന്നിരുന്ന ടിഫിൻ ഞാനായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ കുസീനോട് എനിക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു മെയിൻ കാരണം ഇവളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു. അപ്പം പല രീതിയിലത്തെ വെറൈറ്റി ഐറ്റംസ് ആൻറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ളൊരു സാധനം ഇതായിരുന്നു. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇത് ഭയങ്കര എന്താ പറയുക, ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വല്ല ഡിഷായിരിക്കുമെന്ന്. അപ്പം ഞാൻ എപ്പോഴും അവരുടെ വീട്ടിലോട്ട് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും അവളെ ഓർമ്മിപ്പിക്കുന്നത് സാബുദാന ഖിച്ചടി ഉണ്ടാക്കി വെക്കണം എന്നായിരുന്നു. അത് കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ അവരുടെ വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ആൻറ്റി ഷടപടയെന്ന് 10 മിനിറ്റിനുള്ളിൽ കാര്യം റെഡിയാക്കി എനിക്ക് തന്നു. ഞാൻ പറഞ്ഞേ ഇത് ഇത്ര ഉള്ളോ? അപ്പോൾ അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഇടുന്ന ബ്ലാക്ക് സോൾട്ടാണ്. ബ്ലാക്ക് സോൾട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഉപ്പിട്ടാലും മതി. പക്ഷേ എനിക്ക് ബ്ലാക്ക് സോൾട്ടാണ് ഇഷ്ടം. പിന്നെ ഇതിനകത്ത് വേറെ ഒരു മസാല വർഗ്ഗങ്ങളൊന്നുമില്ല. ഈ ഒരു ബ്ലാക്ക് സോൾട്ടും പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട ആ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് അവസാനം നമ്മളിടും. അതിൻ്റെ ഫ്ലേവറാണ് മൊത്തം ഖിച്ചടിയിലുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത്രയും സിമ്പിൾ ബട്ട് ഡെലിഷ്യസ് റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാം, ലഞ്ചിന് കഴിക്കാം, എപ്പം ഏത് മീലിൽ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതിന് കൂടെ കഴിക്കാനായിട്ട് വേണ്ടി ഒന്നും വേണ്ട, ഇത് അങ്ങനെ തന്നെ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഈ ചൊവ്വരി തലേദിവസം രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് നെക്സ്റ്റ് ഡേ വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വേണ്ടി. അതിൻ്റെ ലെവൽ നമ്മൾ ഇട്ട് വെക്കുന്നതിന് ഇച്ചിരി മുകളിൽ വരെ വെള്ളം ഇരുന്നാൽ മതി. അപ്പോൾ എല്ലാവരും